ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എന്തൊക്കെയാണ്, സുഖമായിട്ടും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് കോളേജ് ആൻഡ് ഓഫീസ് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് കേട്ടോ. നമുക്ക് കോളേജിലേക്കും അതേപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്യൂട്ടായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ട് മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്കൂൾ മേക്കപ്പ് ലുക്ക് ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടൊക്കെയുള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മളത് വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കോളേജ് ആൻഡ് ഓഫീസ് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് ഈ ഒരു ചാനലും എന്നെയും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും, മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും, ഹെയർ കെയറിൻ്റെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഈ ഒരു കുഞ്ഞു ലോകത്തിലേക്ക് കൂടിക്കോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതേ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ മുന്നേ തന്നെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിൻ്റെ സ്കിൻ റിപ്പയർ ഫേസ് വാഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഫേസ് വാഷ് ആണ് കേട്ടോ. ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. കാരണം ഇതൊരു മിൽക്കാണ്, നമ്മളെ ഗോട്ട് മിൽക്ക് ഇല്ലേ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ആട്ടുംപാൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഭയങ്കര എന്താ പറയുക, നല്ലുണ്ട് ഡ്രൈ ഒക്കെ ഉണ്ടാവും. ഒട്ടും തന്നെ ഓയിലി അല്ല, എന്നാൽ നമ്മുടെ സ്കിൻ അങ്ങോട്ട് ഡ്രൈ ആക്കില്ല. നല്ലൊരു എന്താ പറയുക ഫേസ് വാഷാണ് കേട്ടോ. യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷാണ്. നമുക്ക് ചില ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കര ഡ്രൈ ആയി പോകും. നമ്മൾ ഇന്നത്തെ കാലാവസ്ഥയിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും ഡ്രൈ സ്കിന്നിന് പിന്നെ പറയും വേണ്ട. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോൾ മേക്കപ്പ് ചെയ്യണ സമയത്തും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയത് കേട്ടോ. നല്ലൊരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്യുക. ഞാൻ എല്ലാ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോയിലും അതേപോലെ തന്നെ സ്കിൻ കെയർ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതാ വാഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിത് എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഡ്രൈ ആക്കില്ലേ നമ്മുടെ ഫേസ്, ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫസ്റ്റ് നമ്മളെ ഫേസ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും കണ്ടോ. നല്ല അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യണത് ടോണറാണ്. അപ്പോൾ ടോണർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് മുന്നേറ്റ് ഈ ടോണർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു പ്രൊട്ടക്റ്റ്, നമ്മളുടെ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഓപ്പൺ പോർസിലേക്കൊക്കെ അങ്ങോട്ട് അടിഞ്ഞുകൂടി ഇരിക്കാതിരിക്കാനൊക്കെ, നമ്മുടെ സ്കിന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യണത്, ഈ ഒരു ടോണറിനല്ല ടോണർ യൂസ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ കോളേജിൽ പോകുന്ന ആൾക്കാരും ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ വർക്കിനൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ മേക്കപ്പ് ചെയ്യുന്നുണ്ടാവില്ലോ. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ ടോണർ അപ്ലൈ ചെയ്യണത് എന്തുകൊണ്ട് നല്ലതാണ്. അപ്പം ഞാനിവിടെ നമ്മുടെ പ്ലമ്മിൻ്റെ ടോണറാണ് എടുത്തിട്ടുള്ളത്. പ്ലമ്മിൻ്റെ നയാസിനമൈഡ് ടോണറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതങ്ങനെ ഇരുന്ന് അബ്സോർബ് ആയിക്കോളും. അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ
മേക്കപ്പ് ചെയ്യണ സമയത്ത് നമ്മൾ കുറേയും കൂടിയും ലോങ് ലാസ്റ്റിംഗ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഓയിലി സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ, എൻ്റെത് ഒരു ഓയിലി സ്കിന്നില്ലേ, അതേപോലെ തന്നെ ഒരു ഓയിലി സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ശരിക്കും എന്താ പറയുക, ഓയിലി സ്കിന്നർ യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിലി സ്കിന്നർക്ക് വേണ്ടി വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ഒന്നും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ചെയ്യും, മാത്രമല്ല ഒന്നും കൂടി നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഇങ്ങനെ വേർത്തൊലിക്കൊന്നും ചെയ്യാതെ നല്ല മാറ്റ് ഫിനിഷ്, ഒരു ഫിനിഷ് ലുക്കായിട്ട് വൃത്തികേടൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെത് ഒരു ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന പ്രൊഡക്ട്സ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ കേട്ടോ. ഓയിലി സ്കിന്നിലേക്കുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതേപോലെ ഡ്രൈ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഡ്രൈ സ്കിന്നർക്ക് വേണ്ടിയിട്ട് വരുന്ന കോമ്പിനേഷൻ സ്കിൻ, ഓരോ സ്കിൻ ടൈപ്പിനും വരുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ നമ്മളുടെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്, നമ്മളുടെ ഫോക്സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അതൊക്കെ ഇടലിനാണ് കേട്ടോ. ഞാനിപ്പോൾ അധികം നൈറ്റിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്, പക്ഷേ അതിൻ്റെ എന്താ പറയുക, നല്ലതാണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും ഓൾമോസ്റ്റ് എല്ലാതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കണ്ട അതിൻ്റെ ഒരു ടെക്സ്ചറും കണ്ട നമ്മളുടെ സ്പ്രേ ബോട്ടിലൊക്കെ പോലെ ഭയങ്കര രസമായിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറും വെറൈറ്റി ആണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. നല്ലൊരു ടെക്സ്ചറാണിത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു മോയ്സ്ചറൈസറും വല്ലാണ്ട് നമ്മളുടെ സ്കിൻ ഓയിലി ആക്കുന്നോ അങ്ങനത്തെ ഫീലൊന്നും ഇല്ല കേട്ടോ. നല്ല ബ്രൈറ്റ് ആക്കുന്നുണ്ട് സ്കിന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ. ഓക്കെ, കണ്ടോ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു സ്കിന്നൊന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. ഒരു ഗ്ലോ, ഒരു ഒന്ന് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീലൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. എന്തായാലും നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് മുന്നേറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലിപ് ബാം ആണ്. അപ്പോൾ ലിപ് ബാം ഞാനിവിടെ ദേഗയുടെ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ 2-3 ബോട്ടിലായിട്ടുണ്ട്. ഞാനിപ്പോൾ ദേഗയുടെ ലിപ് ബാം ആണ് ഇപ്പോൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദേഗയുടെ ലിപ് ബാം അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയിട്ട് എൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് കുറയണ ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ വല്ലാണ്ട് കുറയുന്നില്ലല്ലോ, ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കാണേണ്ടതല്ലേ, അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് അറിയുന്നില്ല. പക്ഷേ നമ്മൾ ലിബ് ഭയങ്കരമായിട്ട് കുറേ നേരം മോയ്സ്ചറൈസറായിട്ട് ഇങ്ങനെ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ബീട്രൂട്ട് ആ ഒരു കളറും വരുന്നുണ്ട്. ഇത് കെമിക്കൽസ് ഒന്നുമില്ല, 100% നാച്ചുറലാണ്. അപ്പോൾ നമുക്ക് മറ്റ് ലിപ് ബാമുകളെ അപേക്ഷിച്ച് ഒന്നും കൂടി വിശ്വസിച്ച് യൂസ് ചെയ്യാം എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ വേറെ ലിപ് ബാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ലിപ് ബാം യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആ ലിപ് ബാമിൻ്റെ പേര് ഞാനത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടാത്ത റൈറ്റാണ്. നമ്മൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെയിലി പോകുന്ന ആൾക്കാരൊക്കെയാണ്, നമ്മൾ ഡെയിലി വർക്കിനും അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട്, ഓഫീസിൽ മാത്രമല്ല നമ്മൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട്, നമ്മൾ എവിടെ പോവുക, നമ്മൾ പുറത്തേക്ക് എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഡോക്ടർ ഷെഡ്സിൻ്റെ സെറാമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഡെയിലി ബേസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. നമുക്ക്
ഓയിലി സ്കിന്നിനാണെന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ, അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ, ഏത് സ്കിന്നിനും സ്യൂട്ടാവുന്ന സൺസ്ക്രീനാണ് കേട്ടോ ഇത്. കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും നല്ല വാരി പൊത്തിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 3 ഫിംഗർ റൂൾ വെച്ചിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിപ്പോൾ പുറത്തേക്കൊന്നും പോവാത്ത കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുള്ളൂ. ശരിക്കും നമ്മൾ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്നാണ് പറയുക. കാരണം അമ്മാതിരി വെയിലല്ലേ ഇപ്പോൾ. ഓക്കെ, അപ്പം ഞാനിവിടെ സൺസ്ക്രീൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മളിത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ കോളേജിലും അതേപോലെ തന്നെ നമ്മൾ ഓഫീസിലൊക്കെ പോണ സമയത്ത് എന്തായാലും മിക്ക ആൾക്കാരും ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും. ഞാനും ആ സമയത്തൊക്കെ ഞാൻ കോളേജിൽ പോണ ടൈമിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. പക്ഷെ അന്നൊന്നും മേക്കപ്പിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി, പിന്നെ എന്താ BB ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അന്ന്. നമ്മൾ ഫൗണ്ടേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ. മേ ബി സ്കൂളിൽ പോകുന്ന പിള്ളേരടക്കം ഇപ്പോൾ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു 100-ലൊരു 50% ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നമ്മുടെ ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ്. നമ്മളുടെ ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ഉള്ള ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലുമില്ല. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലാണ് ട്രൈ ചെയ്ത്. കിളികളൊക്കെ കരയുന്നുണ്ട്, ഡിസ്റ്റർബ് ആയിരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിക്കുക കേട്ടോ. മിണ്ടാതിരി. ഓക്കെ, പറഞ്ഞു കേട്ടു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി നമുക്ക് വന്നിട്ട് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നമ്മൾ കോളേജിലും അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ, നമ്മൾ ഡെയിലി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയുക, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ 3 കണ്ടന്റ് ഉണ്ട്. നമ്മളുടെ മോയ്സ്ചറൈസറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി നമ്മുടെ സ്കിന്നിൽ പ്രൊട്ടക്റ്റ്, നമ്മുടെ സൺസ്ക്രീൻ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫൗണ്ടേഷനും കൂടി അപ്ലൈ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും അങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ നമ്മുടെ മുന്നത്തെ മേക്കപ്പ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഞാൻ കൺസീലർ വെച്ചിട്ട്, എൻ്റെ ഷെയ്ഡുള്ള ഒരു കൺസീലർ ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് കൂടുതലായിട്ടും ചെയ്യാറ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ ഫൗണ്ടേഷൻ എനിക്ക് ചേരുന്നുണ്ടോ കൂടി നോക്കി നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ചേരും എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓക്കെ, ഞാൻ അത്യാവശ്യത്തിന് എന്നെ വാരി പൊത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് എങ്ങനെയുണ്ട് നോക്കി നോക്കാമല്ലോ. അപ്പോൾ എൻ്റെ നമ്മുടെ സ്പോഞ്ച് ഉണ്ടല്ലോ, നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡ്, അത് എന്താ പറയുക, ഓൾമോസ്റ്റ് അതിൻ്റെ പരിപ്പൊക്കെ ഇളകിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അത് കാരണം ഞാനത് എടുക്കുന്നില്ല. ഞാനിത് ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എനിക്ക് വലിയ തരക്കേടില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഓയിലി ആക്കുക, അങ്ങനത്തെ ഒരു ഭയങ്കര മാറ്റ് ഫിനിഷും അല്ല, അങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ. നമുക്കൊരു ക്രീമൊക്കെ അപ്ലൈ ചെയ്ത കണക്കിന് അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് നമ്മളുടെ എന്താ സാൻഡൽ വാം അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ തരക്കേടില്ല അല്ലേ, എനിക്ക് ഭയങ്കര ഓവർ പുട്ടിയടിച്ച ഫീലൊന്നുമില്ല.
അപ്പോൾ ഇത് വന്നിട്ട് ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫൗണ്ടേഷനാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വലിയ തരക്കേടില്ലാത്ത ഒരു ഫീലാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു ഫൗണ്ടേഷനൊക്കെ നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലില്ല. എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്താണ് ഇരിക്കുന്നത് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാനിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കൺസീലറൊന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ കൺസീലറും ഫൗണ്ടേഷനൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രാവിലെ പോയിട്ട് നമ്മൾ വൈകിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഒരുമാതിരി ഫീൽ ഉണ്ടാവും. പൊട്ടിയടിച്ചിട്ടുള്ള നമ്മുടെ കുറച്ചും കൂടി വയർത്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊന്നിങ്ങനെ ഒലിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂട്ടി അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ ജസ്റ്റ് ഒരു ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാനിവിടെ ഒരു നമ്മുടെ ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മാഴ്സിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര നമുക്ക് ഫങ്ഷനൊക്കെ പോണ പോലെ നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ട്രോളാനേ ആൾക്കാരുണ്ടാവുള്ളൂ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുങ്ങാതിരിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമുക്ക് ഡെയിലി ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിലേക്കോ നമ്മളെ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല പൊട്ടിയടിച്ച് നല്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ഫീൽ എനിക്ക് തോന്നുന്നത് എനിക്കും അങ്ങനെ പേഴ്സണലി ഇഷ്ടമില്ല കേട്ടോ. അപ്പം അതേ രീതിയിലാണ് ഞാനും മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അധികം അറിയാത്ത രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിവിടെ അധികം അങ്ങോട്ട് അറിയാത്ത രീതിയിലേക്ക് ആ ഒരു ഷെയ്ഡ് ഐ ഷാഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ണിന് താഴെയും ചെറുതായിട്ടൊന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ നമ്മൾ നമ്മളുടെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും കണ്ണെഴുതിയിട്ട് വരാം. എനിക്ക് ഇങ്ങനെ നോക്കി എഴുതുമ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ. ഞാൻ മിററിൽ നോക്കിയിട്ട് കണ്ണെഴുതിയിട്ട് വരാവേ. അപ്പം ഞാനിത് ഈ കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ മാത്രം എഴുതാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു, നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് കുറേ പേരെ കണ്ടിട്ടുണ്ട് 2 കണ്ണ് എഴുതിയിട്ടൊക്കെ. പക്ഷേ എനിക്ക് കൂടുതലായിട്ടും മുകളിൽ മാത്രം എഴുതുന്നതായിരുന്നു പേഴ്സണലി എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ ഞാനിപ്പോൾ എഴുതി വന്നപ്പോൾ എന്തായാലും വീട്ടിലെ 2 കണ്ണ് എഴുതാമെന്ന് വിചാരിച്ചു. താഴത്തെ മുകളിലും എഴുതാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ കണ്ണെഴുതി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് മസ്കാര അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. മസ്റ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് പോകാറുണ്ടായിരുന്ന ഒരു ഐറ്റം മസ്കാര എന്നുള്ളത്. അപ്പോൾ അതെ, നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ മസ്കാര അപ്ലൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ വിടർന്ന് നിൽക്കണ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഒന്നുകൂടി ഉന്മേഷം ഉണ്ടാവും നമ്മുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേ മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത്ര സിമ്പിളായിട്ടുള്ള ഐ മേക്കപ്പ് മതി. നമ്മൾ കോളേജിലേക്കും അതേപോലെ തന്നെ ഓഫീസിലേക്കും ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് അങ്ങനെ ഐ മേക്കപ്പ് ഒന്നും വേണ്ട, ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേയിട്ട് ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് റിമൂവ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ 2 ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതും ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഡാസ്ലറിൻ്റെ ഈ ഒരു നമ്മളുടെ 042 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും അതേപോലെ തന്നെ 027 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും. അപ്പോൾ ഇതിപ്പോൾ 2ഉം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2ഉം ഇട്ടിട്ട് വീഡിയോ ഇടാറുള്ള. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, മിക്ക ഒരു കമൻറ്റെങ്കിലും ഇല്ലാതിരിക്കില്ല ഇത് ഏതാ ഷെയ്ഡ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 ഷെയ്ഡൊക്കെയാണ് ഞാൻ അപ്ലൈ 2ഉം ഒപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. എന്നാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒപ്പം അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നോക്കിയാൽ കേട്ടോ. ഓക്കെ, ഇത് നല്ല ഷെയ്ഡാട്ടോ. ഇത് 042 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല, നല്ല ഷെയ്ഡാണ്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് നമ്മൾ ഡാസ്ലറിൻ്റെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പ് പിഗ്മെൻറ്റഡ് ആവും എന്നുള്ളത്. ആവും, കാരണം എല്ലാ ലിപ്സ്റ്റിക്കും ലിപ്പ് പിഗ്മെൻറ്റഡ് ആക്കുന്നുണ്ട്. പക്ഷേ ഡാസ്ലറിൻ്റെ എനിക്ക് തോന്നുന്നു ഡെയിലി യൂസിന്
ഒന്നുകൂടി നമ്മളുടെ ലാക്മേ അങ്ങനത്തെ ലിപ്സ്റ്റിക് ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. കാരണം ഇത് അത്രയ്ക്ക് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ 2 ഇട്ടിട്ട് പോകുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 042 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ നമ്മളുടെ 027 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് ഇടുന്നുണ്ട്. ഇതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കൂട്ടെ. അത് ഇത് ഈ ഒരു ഷെയ്ഡാണ്. നല്ല നമ്മളെ ഡാർക്ക് ഡസ്കി സ്കിൻ ടോണിനൊക്കെ നന്നായിട്ട് ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഐബ്രോ ഫില്ല് ചെയ്യുന്ന ആൾക്കാർക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം. എൻ്റെ അത്യാവശ്യത്തിന് തിക്ക് ഹെയർ ആയ കാരണം ഞാൻ ഐബ്രോ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറില്ല. വല്ലപ്പോഴും അങ്ങനെ കൊടുക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഹെയർ കെട്ടി വെക്കുന്നുണ്ട്. പൊട്ടിട്ടിട്ടില്ല, പൊട്ടിടുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. നമ്മളുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡാസ്ലറിൻ്റെ തന്നെ ഒരു പൊട്ട് അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ 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 അപ്പോൾ ഇനി നമുക്ക് ഹെയർ പിൻ ചെയ്ത് വെക്കാം. നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഓഫീസ് ലുക്കോ അതേപോലെ തന്നെ കോളേജ് ലുക്കോ അങ്ങനെയൊക്കെ ആയിട്ട് ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ക്രാബ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്കിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുക. ഞാൻ സാധാ ടാൽക്കം പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം കോമ്പാക്ട് പൗഡറിനേക്കാളും. നമ്മുടെ മുന്നത്തെ മേക്കപ്പ് റിലേറ്റഡ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ കോമ്പാക്ട് പൗഡറോ ടാൽക്കം പൗഡറോ ലാസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുവരുത് കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ഹെയർ കുറച്ച് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക, പിരിച്ച് വെക്കില്ലേ, അതേപോലെ ജസ്റ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ക്രാബ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പഫായിട്ട് നിൽക്കും നമ്മുടെ ആ ഫ്രണ്ട് പോർഷനിൽ. ദിശ നമ്മുടെ മുടി നന്നായിട്ട് ഇറുകി പിടിക്കാതെ ഒന്നുകൂടി വൃത്തിയിൽ നിൽക്കും. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ടാവും. മറ്റേ ഒട്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രയ്ക്കെങ്കിലും നമ്മുടെ ഫേസൊക്കെ ഒന്ന് മാറി ഫീൽ ഉണ്ടാവും, അത്ര ഭംഗിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ഇനി ജസ്റ്റ് നമുക്കിങ്ങനെ ഹെയർ ഫുള്ളായിട്ട് എടുത്തിട്ട് മെടഞ്ഞിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്ക സമയത്ത് ഞാനൊക്കെ കോളേജിൽ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായ കാരണം ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെക്കേണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും കൂടിയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ഹെയർ എടുക്കുക, ലൂസാക്കി വെച്ചിട്ട് ക്രാബ് ചെയ്ത് വെക്കാം. ഇതെല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയാവും അല്ലേ. അപ്പോൾ ഞാനിതാ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ കമ്മലിടുന്നുണ്ട്. കമ്മൽ ഞാൻ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. 100 സംതിങ് എങ്ങാനോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയേ. ഇത് എനിക്ക് തോന്നുന്നു ഓഫീസിലേക്ക്, സ്കൂളിലേക്ക്, കോളേജിലേക്കൊക്കെ നമ്മൾ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു, എനിക്ക് ഡെയിലി യൂസിന് എനിക്ക് ഇങ്ങനത്തെ കമ്മലോട് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കുഞ്ഞിതൊക്കെ അല്ലേ, ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാതും. ഇതിൻ്റെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. 1 2 3 4 5 ഉണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഏകദേശം ഈ ഒരു സ്റ്റൈലൊക്കെ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിലത്തെ ഈ ഒരു കമ്മലാണ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, നല്ല കാണുന്നില്ലേ, കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ട്, കാരണം മറ്റൊക്കെ നമ്മൾ ഇങ്ങനെ ഞാത്തുള്ളൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാത് ഞാലിച്ചയും അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊക്കെ ഞാനും കൂടുതലായിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് പോയിരുന്നിട്ട് കോളേജിലേക്കാണെന്നുണ്ടെങ്കിലും ഓഫീസിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയായിരുന്നു ഇട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം മിക്ക ആൾക്കാരും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഈ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു ഓഫീസ് ആൻഡ് ഒരു കോളേജ് മേക്കപ്പ് ലുക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കോളേജിലേക്കും ഓഫീസിലേക്കും ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ല എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മളുടെ സ്കൂൾ മേക്കപ്പ് ലുക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാണുക. പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.